അപ്പൊ പിന്നെ നമ്മൾ കണ്ടതോ? ശാരദാമ്മയെ കൂട്ടിക്കൊണ്ടുപോയത് അച്ഛൻ അല്ലെങ്കിൽ പിന്നെ ആരാ വന്ന് കൂട്ടിക്കൊണ്ടുപോയേ? രോഹിത്തെ, അച്ഛൻ തന്നെയാ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയെ. ഞാൻ മാത്രമല്ലല്ലോ, വല്യേച്ചിയും കണ്ടതല്ലേ. ആ, ഞങ്ങളും വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കുന്നതിലും നല്ലത് അച്ഛൻ്റെ ഒപ്പം ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാന്ന്. പുറം കാഴ്ചകളൊക്കെ കണ്ടും ആശ്രമത്തിലെ ധ്യാനം കൂടിയും മനസ്സിന്റെ ആ ഒരു ഭാരം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോ അമ്മ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു തന്നെ എനിക്ക് തോന്നുന്നു. ആ, അത് ശരിയാ. ഇവിടെ ഇങ്ങനെ വീർപ്പുമുട്ടിയിരിക്കുന്നതിലും നല്ലത് ആശ്രമത്തിലെ അറ്റ്മോസ്ഫിയർ തന്നെയാ. കുറേയധികം മാനസിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുമല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ രോഹിത്തിന് ചായ എടുക്കാം. വേണ്ട, ഞാനിപ്പോ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം. ദേ, അച്ഛൻ വന്നല്ലോ. അമ്മ എവിടെ? ശാരദേ, ശാരദേ, ഇതെന്താ അമ്മയെ വിളിക്കുന്നേ? രണ്ടുപേരും ഒന്നിച്ചല്ലേ പോയേ? ശാരദേ, അമ്മ എന്തേ മക്കളെ വിളിക്ക്. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ രോഹിത്തും ഉണ്ടല്ലോ. എടി മക്കളെ, അമ്മയെ വിളിക്കാനാ പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനല്ലേ രാവിലെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയേ? ഞാനോ? ഞാനിപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ ചുമ്മാ തമാശ പറയല്ലേ. അച്ഛനല്ലേ രാവിലെ വന്ന് ആശ്രമത്തിലെ ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അച്ഛൻ ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾ എന്തൊക്കെ പിച്ചും പേയായി വിളിച്ചു പറയുന്നത്? ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നെന്നോ? ഞാൻ 1-2 ആഴ്ചയായിട്ട് തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയായിരുന്നു. ഇനി ഇവിടുന്ന് പാലക്കാടുള്ള മാർക്കണ്ഡേയ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക. ആ പോകുന്ന വഴി ശാരദയും നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി. അതിപ്പോൾ കുഴപ്പമായോ? അല്ല, ശാരദ ആര് വന്ന് കൂട്ടിക്കൊണ്ടുപോയിന്നാ നിങ്ങൾ ഈ പറയുന്നത്? അച്ഛാ, അച്ഛൻ അമ്മ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അല്ല, നിങ്ങൾ കണ്ടത് അച്ഛനെ തന്നെയാണോ? പിന്നെ ഞങ്ങക്ക് ഞങ്ങളുടെ അച്ഛനെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ? അച്ഛാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് പറയുന്നത് അച്ഛൻ വന്ന് ശാരദാമ്മയെ കൂട്ടിക്കൊണ്ടുപോയെന്നാ. അപ്പൊ പിന്നെ അമ്മ ഇതെവിടെ പോയി? അത് എന്നോടാണോ ചോദിക്കുന്നത്? എൻ്റെ ഭാര്യ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച് പോകുമ്പോൾ അവളെ ഉത്തരവാദിത്തോടെ നോക്കേണ്ടത് മക്കളായ നിങ്ങളുടെ കടമയല്ലേ? വേറെ ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. എനിക്ക് വ്യക്തമായി അറിയണം എൻ്റെ ഭാര്യ എവിടെ പോയെന്ന്, ആര് കൂട്ടിക്കൊണ്ടുപോയെന്ന്. അതോ ഇനി അവിടെ നിങ്ങളെന്തെങ്കിലും ചെയ്തോ? കുറ്റം എൻ്റെ പേരിൽ ആരോപിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒരാളെ എനിക്ക് വിശ്വാസമില്ല. ഞാനകത്തൊന്ന് കയറി നോക്കട്ടെ. എന്താടി ഇതൊക്കെ? അപ്പൊ പിന്നെ നമ്മൾ കണ്ടതോ? ശാരദാമ്മയെ കൂട്ടിക്കൊണ്ടുപോയത് അച്ഛൻ അല്ലെങ്കിൽ പിന്നെ ആരാ വന്ന് കൂട്ടിക്കൊണ്ടുപോയേ? രോഹിത്തെ, അച്ഛൻ തന്നെയാ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയെ. ഞാൻ മാത്രമല്ലല്ലോ, വല്യേച്ചിയും കണ്ടതല്ലേ. ആ, പടിക്കല് വന്ന് കുഴഞ്ഞു വീഴുമായിരുന്നു. രാഘവേട്ടൻ ഒരല്പം മദ്യപിച്ചിട്ടുണ്ട്. അല്പമല്ലല്ലോ,
അമിതമായി മദ്യപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മദ്യപിക്കുന്ന ആളല്ലല്ലോ രാഘവൻ സാറ്. പിന്നെ ഇതെന്തു പറ്റി? അത് പിന്നെ രാഘവേട്ടന്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. രാഘവേട്ടൻ കുറച്ച് മാനസിക പ്രശ്നത്തിലൊക്കെ ഇരിക്കായിരുന്നേ. അനിയൻ വന്നപ്പോൾ അത് മാറ്റി ഉന്മേഷവാനാക്കാനെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാ. പിന്നെ ഈ പരുവത്തിലാ ഇവിടെ തിരിച്ചെത്തിച്ചത്. മാനസിക ബുദ്ധിമുട്ട് വരുമ്പോ മദ്യം അതിനൊരു പരിഹാരമാണെന്ന് ആരാണാവോ കണ്ടുപിടിച്ചത്? എന്തായാലും ഇത് ഇത്തിരി കൂടിപ്പോയി സത്യാമേ. അനിയൻ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്തത്. ചേട്ടനെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. മദ്യത്തിന്റെ വീര്യം കുറയാതെ മരുന്ന് ചെയ്തിട്ടും കാര്യമില്ല. തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അല്പം കഴിയുമ്പോ തലയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തോർത്തി കൊടുത്താൽ മതി. ശരി. കുറച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയും വേണം. ആളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് ഇതിന്റെ ഒപ്പം ഭക്ഷണം വാങ്ങി കൊടുക്കാൻ സാധ്യതയില്ല. ശരീരത്തിലെ മദ്യത്തിന്റെ വീര്യം കുറയ്ക്കാൻ ഇപ്പൊ എടുത്ത ഇഞ്ചക്ഷൻ സഹായിക്കും. പിന്നെ കുറച്ച് മെഡിസിൻ എഴുതിയിട്ടുണ്ട്. അത് ഈ ക്ഷീണം മാറാൻ സഹായിക്കുന്നതാ. ആ ഇങ്ങ് തന്നേക്ക് സാറേ, മരുന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തോളാം. മരുന്നിന്റെ ഒരു സെഡേഷൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ശരി. വിഷ്ണുവിനെ കുറിച്ച് വരെ അറിവില്ലല്ലേ? എവിടെ ഉണ്ടെന്നെങ്കിലും? എന്തു പറ്റിയെന്ന് അറിയാൻ പാടില്ല. അവനങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ലല്ലോ. അത് സതീഷിനും അറിയാവുന്നല്ലേ. ചെറുപ്പത്തിലെ നിങ്ങൾ ഒന്നിച്ചായിരുന്നല്ലോ കൂട്ട്. രണ്ടുപേരും കൂടി കുട്ടിയും കോലും കളിക്കാൻ വള്ളി നിക്കർ വിട്ട് നിൽക്കുന്ന രൂപ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും വരുന്നത്. അതൊക്കെ ഒരു കാലം സത്യമേ. വിഷ്ണുവിന് അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പേടിയും അമ്മയും മാത്രമായിരുന്നു. എന്ത് കുരുത്തക്കേട് കാണിക്കുമ്പോഴും അമ്മ അറിയരുതെന്ന് പറയും. എന്നാ കുരുത്തക്കേട് കാണിക്കാതിരിക്കോ? അതൊട്ടില്ലതാനും. അങ്ങനെ അമ്മ അറിയാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അതായിരിക്കും ഈ മാറി നിൽക്കുന്നതിന്റെ കാരണം. വിഷ്ണു വരും. നിങ്ങളെയൊക്കെ വിട്ട് വിഷ്ണുവിന് മറ്റൊരു ലോകമില്ല. വിഷ്ണുവിനെ പോലെ തന്നെയാ എനിക്ക് നീയും. നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് പറഞ്ഞതും വിഷ്ണു തന്നെയായിരുന്നു. എന്റെ മകൻ ഡോക്ടറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവനതിന് കഴിഞ്ഞില്ല. അവനതിന് ചൂണ്ടിക്കാണിച്ചത് നിന്നെ തന്നെയാ. അമ്മയും അച്ഛനും വയസ്സാകുമ്പോ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ കിട്ടിയാ പോരെ. അതിന് ഈ സതീഷ് ബെസ്റ്റ് ആണെന്ന് അവൻ പറഞ്ഞു.